ഓം നമ ശിവായ. ഞാനിന്ന് മധ്യപ്രദേശിലെ മൊറേന ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൻ്റെ ദർശനത്തിനായുള്ള യാത്രയിലാണ്. മധ്യപ്രദേശിലെ മൊറേന ജില്ലയിലുള്ള മിതാവലി വില്ലേജിലെ ഈ ക്ഷേത്രത്തിൻ്റെ പേരാണ് ഏകദർശോ മഹാദേവ ക്ഷേത്രം. ചമ്പൽ താഴ്വരയിലെ ഉയർന്ന പ്രദേശത്ത് നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തിലേക്ക് നടന്നു കയറുന്നതിന് 100ഓളം പടികൾ കയറി വേണം ഈ ക്ഷേത്ര സമുച്ചയത്തിൽ എത്തിച്ചേരുന്നതിന്. ഒരു മഹാശിവക്ഷേത്രം ഏകദേശം 1555-നും 75-നും ഇടയ്ക്ക് നിർമ്മിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലെത്തി താഴേക്ക് നോക്കിയാൽ മനോഹരമായ ഗ്രാമപ്രദേശങ്ങൾ, അതിമനോഹരമായ മിതാവലി വില്ലേജിലെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വലിയ യാത്രക്കാരോ തിരക്ക് പിടിച്ച സന്ദർശകരോ ഒന്നുമില്ലാത്ത അതിപുരാതനമായ ഈ മഹാക്ഷേത്രത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ്. ആ പഴയ പാർലമെൻറ്റ് സമുച്ചയം നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ്. ഇപ്പം ഞങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ പരിസരത്ത് എത്തിയിരിക്കുകയാണ്. മധ്യപ്രദേശിലെ നല്ല ചൂടാണ്. വൈകിയ സമയമായതുകൊണ്ട് കുറച്ച് കാറ്റെല്ലാം ഉണ്ട്. എന്നോടൊപ്പം പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള ശ്രീ വിളയോടി വേണുഗോപാലും ഈ യാത്രയിലുണ്ട്. അതോടൊപ്പം അഡ്വക്കേറ്റ് ജോൺ ജോസഫും. ഞങ്ങൾ ഈ ക്ഷേത്രം കാണുക എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തിലാണ് ഈ സ്ഥലത്ത് എത്തിച്ചേർന്നത്. ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്ന ഭാഗമാണിത്. കയറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇന്ത്യൻ പാർലമെൻറ്റ് പോലെ 101ഓളം പില്ലറുകളിൽ പൂർണ്ണമായും ഈ ചെറിയതായിട്ട് കാണുന്ന ആ ഭാഗങ്ങളിലെല്ലാം ചെറിയ ശിവലിംഗങ്ങളാണ്. അത് യോഗിനിയും ശിവനും ചേർന്ന ഒരു മഹാക്ഷേത്രമായിട്ടാണ് സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പറയുന്ന ഈ 101ഓളം പില്ലറുകൾക്കുള്ളിൽ 64 ശിവലിംഗങ്ങൾ ഒരു ഭാഗത്തും, അതിന് നടുക്കായി ഒരു ഇതുപോലെ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു മണ്ഡപം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ശിവക്ഷേത്രം, സ്വയംഭൂവായ ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രവും ചേർന്നിട്ടുള്ളതാണ് ഈ സമുച്ചയം. ഇത് കച്ചപഘട്ട രാജാവായ ദേവപാലൻ നിർമ്മിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. എന്തായാലും നൂറ്റാണ്ടുകളായി ഇത് ആരും കാണാതെ, മനുഷ്യരൊന്നും കടന്നു ചെല്ലാത്ത രീതിയിൽ ഈ ക്ഷേത്ര സമുച്ചയം ആരും കാണാതെ കിടന്നിരുന്നു എന്നാണ് നമുക്ക് അനുമാനിക്കാവുന്നത്. ഈ അടുത്ത കാലത്താണ് ശ്രീ മുഹമ്മദ് ജിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള ആളുകളെല്ലാം ഇത് കണ്ടെത്തുകയും ഇതിപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തനത് മാതൃകയിലാണ് ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. പാർലമെൻറ്റ് നിർമ്മിച്ചതിൻ്റെ ആർക്കിടെക്റ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഘോരഘോരം കേൾക്കുന്നു അല്ലെങ്കിൽ വായിക്കുന്നു. പക്ഷേ അതിൻ്റെ യഥാർത്ഥ മാതൃക എടുത്തിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൽ നിന്നാണെന്ന് നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നാൽ മനസ്സിലാവും. അതിമനോഹരമായ രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. കൃത്യമായി, കൃത്യ അകലത്തിൽ, കൃത്യരൂപത്തിൽ എത്രയോ ആളുകൾ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ആ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ശിവലിംഗം, സ്വയംഭൂവായ ശിവലിംഗം. ആരാധനകളെല്ലാം കുറവാണ്, ആരാധനയില്ല, ആളുകൾ എത്തുന്നില്ല. ഈ ക്ഷേത്രം നാശോന്മുഖമായി നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് വർഷത്തോളം ഈ ക്ഷേത്രം ഇങ്ങനെ
കിടന്നിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. എന്നാലും വലിയ നാശങ്ങളൊന്നും സംഭവിക്കാതെ വളരെ ഭംഗിയായി തന്നെ അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ വാസ്തു ശില്പ കലയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് പുറത്തുനിന്ന് കാണുന്ന ഒരു ദൃശ്യമാണ് ക്ഷേത്രത്തിൻ്റെ. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചെല്ലുക, ഇത് കാണുക എന്നുള്ളത് ഒരു യാത്രികൻ്റെ ഒരു വലിയ അനുഭവം തന്നെയായിരിക്കും. നല്ല കാറ്റും, ചൂടിലാണെങ്കിലും ആ മലമുകളിൽ നല്ല കാറ്റും തണുപ്പുമാണ്. ഞങ്ങൾ വീണ്ടും ഈ യാത്ര അവസാനിപ്പിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ ദർശനം എല്ലാം കണ്ടതിന് ശേഷം ഇവിടെ ഒരു പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എന്താണെന്ന് ആരോട് ചോദിക്കാൻ പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. ഇത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ